ഇറാഖിന് ഇത് വെറും ഒരു യോഗ്യതാ വിജയമല്ല, ഒരു ജനതയുടെ അതിജീവനത്തിന്റെ കഥയാണ്. കൃത്യം 40 വർഷങ്ങൾക്ക് മുമ്പ് 1986 മെക്സിക്കോയിൽ വെച്ച് നടന്ന ലോകകപ്പിലാണ് ഇറാഖ് അവസാനമായി ലോകകപ്പിൽ പന്ത് തട്ടിയത്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം അതേ മെക്സിക്കോയുടെ മണ്ണിൽ വെച്ച് തന്നെ അവർ തങ്ങളുടെ രണ്ടാം ലോകകപ്പ് പ്രവേശനം ഉറപ്പാക്കിയിരിക്കുന്നു. 48 ടീമുകൾ മാറ്റിവെക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പിലേക്ക് 48ാമത്തെ ടീമായി ഇറാഖ് യോഗ്യത നേടിയിരിക്കുകയാണ്. ഫുട്ബോൾ വെറും ഒരു കളിയല്ലെന്ന് വെറുതെ പറയുകയില്ലെന്ന് ഇറാഖ് ലോകത്തിനു മുമ്പിൽ കാണിച്ചു കൊടുത്ത ദിവസം. 40 വർഷത്തെ കാത്തിരിപ്പ്, അതിനിടയിൽ രാജ്യം നേരിട്ട യുദ്ധങ്ങൾ, ഉപരോധങ്ങൾ, പലായനങ്ങൾ, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് അവർ ചരിത്രത്തിലേക്ക് പന്ത് തട്ടാൻ ഒരുങ്ങുന്നത്. ഇറാഖിന് ഫുട്ബോൾ എന്നത് യുദ്ധങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ഇടയിലെ ഏക ആശ്വാസമായിരുന്നു. 1986 ഇതിഹാസ താരം അഹമ്മദ് റാദിയിലൂടെ അവർ തങ്ങളുടെ ആദ്യ ലോകകപ്പ് ഗോൾ നേടി. സദ്ദാം ഹുസൈന്റെ ഭരണകാലത്തെ കടുത്ത നിയന്ത്രണങ്ങളും പിന്നീട് വന്ന യുദ്ധങ്ങളും ഇറാഖി ഫുട്ബോളിനെ തളർത്താൻ നോക്കിയെങ്കിലും അവർ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. 2007 ആഭ്യന്തര കലഹങ്ങൾക്കിടയിലും ഏഷ്യൻ കപ്പ് കിരീടം ചൂടി അവർ ലോകത്തെ അത്ഭുതപ്പെടുത്തി. ഇന്ന് അലി അൽ ഹമാദിയെയും ഐമൻ ഹുസൈനെയും പോലുള്ള പുതിയ തലമുറ ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ബൊളീവിയക്കെതിരെ മെക്സിക്കോയിലെ മോൺട്രേ സ്റ്റേഡിയം ഇറാഖി ആരാധകരെ കൊണ്ട് നിറഞ്ഞിരുന്നു. പക്ഷെ അവർ ഇറാഖിൽ നിന്നും മാത്രം വന്നവരല്ല. അമേരിക്കയിലെയും കാനഡയിലെയും സ്വീഡനിലെയും വിവിധ നഗരങ്ങളിൽ ചിതറിപ്പോയ ഇറാഖി വംശജരായിരുന്നു അവർ. യുദ്ധം കാരണം സ്വന്തം നാട് വിടേണ്ടി വന്നവർ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഫുട്ബോളിന്റെ പേരിൽ ഒരുമിച്ചുകൂടി. കളിക്കളത്തിലെ വിശേഷങ്ങളിലേക്ക് വന്നാൽ തുടക്കം മുതൽ ഇറാഖ് കളിയിൽ ആധിപത്യം പുലർത്തിയിരുന്നു. അലി അൽ ഹമാദിയുടെ ഹെഡർ ഗോളും ഐമൻ ഹുസൈന്റെ മനോഹരമായ ഫിനിഷും ഇറാഖിന് 2-1 വിജയം സമ്മാനിച്ചു. മോൺട്രേ സ്റ്റേഡിയത്തിൽ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ഇറാഖി താരം അലി അൽ ഹമാദി ആദ്യം ചെയ്തത് തന്റെ പിതാവിനെ വിളിക്കുകയായിരുന്നു. ഫോണിലൂടെ സംസാരിക്കുമ്പോൾ ആ 24 പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ആ കണ്ണീരിൽ ഒരു രാജ്യത്തിന്റെ മുഴുവൻ വേദനയും പ്രതീക്ഷയും ഉണ്ടായിരിക്കണം. ഇറാഖിന്റെ ഈ വിജയത്തിലേക്കുള്ള വഴി ഒട്ടും എളുപ്പമായിരുന്നില്ല. ഇറാൻ അമേരിക്ക സംഘർഷം കാരണം ഇറാഖിന്റെ ആകാശപാത അടച്ചിരിക്കുകയായിരുന്നു. കളിക്കാർക്ക് ബാഗ്ദാദിൽ നിന്നും ജോർദാനിലേക്ക് 10 മണിക്കൂർ റോഡ് മാർഗം യാത്ര ചെയ്തു വേണമായിരുന്നു മെക്സിക്കോയിലേക്ക് വിമാനം കയറാൻ. ആ യാത്ര നരകതുല്യമായിരുന്നു എന്നാണ് പ്രതിരോധ താരം റബിൻ സുലാക്ക വിശേഷിപ്പിച്ചത്. പക്ഷെ ആ കഷ്ടപ്പാടുകളെല്ലാം ഈ വിജയത്തോടെ അവർ മറന്നു കാണണം. ഓസ്ട്രേലിയക്കാരനായ ഗ്രഹാം ആർണോൾഡാണ് ഇന്നത്തെ ഈ ഇറാഖി ടീമിനെ വാർത്തെടുത്തത്. കഴിഞ്ഞ 10 മാസമായി അദ്ദേഹം ബാഗ്ദാദിലാണ് താമസം. ഇറാഖിന്റെ സംസ്കാരവും ജനങ്ങളുടെ വികാരവും മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. 21 മത്സരങ്ങൾ നീണ്ട ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ക്വാളിഫിക്കേഷൻ റൗണ്ട് കടന്നാണ് ഈ ബ്രദർഹുഡ് ലോകകപ്പിനെത്തുന്നത്. ലോകകപ്പിൽ ഇറാഖിനെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ അവർക്ക് നേരിടാനുള്ളത് എംബാപ്പയുടെ ഫ്രാൻസിനെയും ഹാലൻഡിന്റെ നോർവേയെയും കരുത്തരായ സെനഗലിനെയുമാണ്. ലോകകപ്പിലെ ഏറ്റവും കഠിനമായ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കോച്ച് ആർണോൾഡ് പറയുന്നു, ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, ലോകത്തെ ഞെട്ടിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. യുദ്ധത്തിന്റെയും അനിശ്ചിതത്തിന്റെയും വാർത്തകൾക്കിടയിൽ ഇറാഖിലെ 4.5 കോടി ജനങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമാണ് ഈ ലോകകപ്പ് യോഗ്യത. ഫുട്ബോൾ വെറും ഒരു കളിയല്ല എന്ന് ഇറാഖ് വീണ്ടും തെളിയിക്കുകയാണ്. അത് മുറിവുകളെ ഉണക്കാനുള്ള മരുന്നാണ്. തകർന്നു പോയ ജനതയെ ഒന്നിച്ചു ചേർക്കാനുള്ള പാലമാണ്. 4 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായി ഇറാഖിന്റെ പതാക ലോകകപ്പ് വേദികളിൽ ഉയരുമ്പോൾ അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന ഇറാഖി ജനതയുടെ അതിജീവനത്തിന്റെ അടയാളമായി ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാഖിന്റെ ഇന്നത്തെ ഈ പോരാട്ട വീര്യത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അവർക്ക് ഗ്രൂപ്പ് ഘട്ടം കടന്ന് മുന്നോട്ട് കുതിക്കാൻ കഴിയുമോ? കറുത്ത കുതിര ലോകകപ്പിലെ കറുത്ത കുതിരകളാവാൻ അവർക്ക് സാധിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? കമന്റിൽ എഴുതൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.